നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ സെലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ചില സെലിയൻ ഫീച്ചേഴ്സ് കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ ദ ഫസ്റ്റ് സെലിയൻറ്റ് ഫീച്ചർ for today is that India is a secular state. എന്താണ് സെക്യുലാർ എന്ന് പറഞ്ഞാൽ? സെക്യുലാർ എന്ന് പറഞ്ഞാൽ മതേതരം എന്നാണ്. സെക്യുലാർ അല്ലെങ്കിൽ മതേതരം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആബ്സെൻസ് ഓഫ് ഒഫീഷ്യൽ റിലീജിയൻ, ആബ്സെൻസ് ഓഫ് ഒഫീഷ്യൽ റിലീജിയൻ ഫോർ ദി സ്റ്റേറ്റ്. എനിക്കോ നിങ്ങൾക്കോ മതമുണ്ടാകാം, പക്ഷേ സ്റ്റേറ്റിന് ഔദ്യോഗികമായിട്ടുള്ളൊരു മതമുണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ്റിന് ഔദ്യോഗികമായിട്ടുള്ളൊരു മതമുണ്ടാകാൻ പാടില്ല. നമ്മൾ ഇന്ത്യയെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഒരു കാരണവശാലും നമ്മൾ ഹിന്ദു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നോ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നോ, ക്രിസ്ത്യൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നോ, പാഴ്സി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നോ, ബുദ്ധിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നോ വിശേഷിപ്പിക്കുന്നില്ല. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിന് ഔദ്യോഗികമായിട്ടുള്ളൊരു മതമില്ല. ജനങ്ങൾക്ക് മതമുണ്ട്, പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റിന് മതമില്ല. അതേസമയം നമ്മൾ പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? പാകിസ്ഥാനെ നമ്മൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം പാകിസ്ഥാനി സ്റ്റേറ്റിന് മതമുണ്ട്, ആ മതം ഇസ്ലാമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സെക്യുലാർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉത്ഭവം ഇറ്റ്സ് ഫ്രം ദി വെസ്റ്റേൺ പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ വെസ്റ്റേൺ ഭാഗങ്ങളിൽ നിന്നാണ്, അതായത് അമേരിക്ക, യൂറോപ്പ് അടങ്ങുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് സെക്യുലാർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉത്ഭവം. ഈ അമേരിക്കൻ സെക്യുലാരിസവുമായി ബന്ധപ്പെട്ട് ദർ ഇസ് എ വണ്ടർഫുൾ സ്റ്റോറി. പണ്ട് രാജാവും ചർച്ചും, അതായത് കിങ്ങും ചർച്ചും ഒരുമിച്ചാണ് ഈ പറഞ്ഞ പ്രദേശത്ത് നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ രാജാവ് പറയുകയാണ് ദാറ്റ് വി വിൽ ഗെറ്റ് സെപ്പറേറ്റഡ്. രാജാവ് പറയുകയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടാം. അങ്ങനെ രാജാവും ചർച്ചും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു, ടോട്ടലി സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. രാജാവ് പറയുന്നത് ഇനി മുതൽ അങ്ങോട്ട് ഭരണ സംബന്ധമായ കാര്യങ്ങൾ, ഗവേണൻസ് റിലേറ്റഡ് മാറ്റേഴ്സ്, അത് ഞാൻ നോക്കിക്കോളാം. മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ചർച്ചിനോട് പറയുകയാണ് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ചിന് നോക്കാം, ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ക്ലിയർ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്. ഇതിനെയാണ് നമ്മൾ വെസ്റ്റേൺ സെക്യുലാരിസം എന്ന് വിശേഷിപ്പിക്കുക. വെസ്റ്റേൺ സെക്യുലാരിസം, വെസ്റ്റേൺ സെക്യുലാരിസം. അപ്പോൾ വെസ്റ്റേൺ സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റേൺ സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ മതവും സ്റ്റേറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ചിത്രം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദർ ഇസ് എ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ദി സ്റ്റേറ്റ്. അതായത് മതപരമായ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടില്ല. ഒരു മതത്തെയും ഒരു തരത്തിലും സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ വെസ്റ്റേൺ സെക്യുലാരിസം. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മതത്തെയും ഒരേപോലെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഈക്വൽ റെസ്പെക്റ്റ്, ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ പ്രൊട്ടക്ഷൻ. എല്ലാ മതത്തെയും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സ്റ്റേറ്റ് ഇവിടെയാണ്. ബുദ്ധിസം, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, സിഖിസം, ഇസ്ലാം, എല്ലാ മതവുമുണ്ട്. എല്ലാ മതത്തോടും ഈക്വൽ ഡിസ്റ്റൻ്റ് ആണ്, സമദൂരമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കാം, എല്ലാ മതത്തിനും ഒരുപോലെ പ്രൊട്ടക്ഷൻ നൽകാം, എല്ലാ മതാചാരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകാം. ആ മതത്തെ പിന്തുണയ്ക്കുന്ന വിശ്വാസികളുടെ എണ്ണമോ ആ മതത്തിൻ്റെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിയോ ഒന്നും നോക്കിയിട്ടല്ല ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം ഈസ് നോൺ ആസ് പോസിറ്റീവ് സെക്യുലാരിസം. ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് സെക്യുലാരിസം എന്നാണ്. എന്നാൽ വെസ്റ്റേൺ സെക്യുലാരിസം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വെസ്റ്റേൺ സെക്യുലാരിസം അറിയപ്പെടുന്നത് നെഗറ്റീവ് സെക്യുലാരിസം എന്നാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ് എല്ലാ മതത്തോടും സമദൂരം പാലിക്കുന്നുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങൾ ബുദ്ധിസ്റ്റ് വിശ്വാസങ്ങളെ
തകർക്കുന്നുവെങ്കിൽ ദ സ്റ്റേറ്റ് വിൽ ഇൻ്റർഫിയർ. എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്. വെസ്റ്റേൺ സെക്യുലറിസത്തിൽ മതവും അതേപോലെ സ്റ്റേറ്റും തമ്മിൽ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലറിസത്തിൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഇല്ല. സ്റ്റേറ്റ് എപ്പോഴും മതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. മതത്തിൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളോ നിയമവിരുദ്ധമായ കാര്യങ്ങളോ ഒരു മതവിശ്വാസം മറ്റൊരു വിശ്വാസത്തെ ഹനിക്കുന്ന സാഹചര്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഇൻ്റർഫിയർ ചെയ്യും. ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലറിസം. നമ്മൾ എല്ലാ മതത്തെയും ഒരേപോലെയാണ് കാണുന്നത്. എല്ലാ മതത്തെയും ഒരേപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഒരേപോലെ പിന്തുണയ്ക്കും, ഒരേപോലെ റെസ്പെക്റ്റും ചെയ്യും. ദിസ് ഇസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം ആൻഡ് വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറിസം. നെക്സ്റ്റ് സെലിയൻ്റ് ഫീച്ചർ, അടുത്ത സെലിയൻ്റ് ഫീച്ചർ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നുള്ളതാണ്. ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഏകീകൃത ജുഡീഷ്യറിയാണ്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ജുഡീഷ്യറിയാണ്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് USA നിന്നാണ്. ഓക്കെ, അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. പക്ഷെ അതിനു മുൻപ് എന്താണ് ഈ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ? ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട് ഉണ്ട്. സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ സുപ്രീം കോർട്ട് അറ്റ് ദി അപ്പെക്സ് ലെവൽ. തൊട്ട് താഴെ സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതിയുണ്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിന് കീഴിൽ ദർ ആർ സബോർഡിനേറ്റ് കോർട്ട്സ് എന്നിങ്ങനെ ഒരു സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ടുണ്ട്. ഈ സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ടിന് സെൻട്രൽ ലോസ്, കേന്ദ്ര നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാം, അതേസമയം തന്നെ സംസ്ഥാന നിയമങ്ങളും എൻഫോഴ്സ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സുപ്രീം കോടതിക്ക് കേന്ദ്ര നിയമങ്ങൾ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് സംസ്ഥാന നിയമങ്ങൾ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റൂ എന്നൊരു നിബന്ധന ഇന്ത്യയിലില്ല. ബോത്ത് ദ സുപ്രീം കോർട്ട് ആസ് വെൽ as ദ ഹൈക്കോർട്ട് എൻഫോഴ്സസ് ബോത്ത് സെൻട്രൽ ആസ് വെൽ as സ്റ്റേറ്റ് ലോസ്. ഇതിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അമേരിക്കയിൽ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി ഇല്ല. അമേരിക്കയിൽ ജുഡീഷ്യറി അവിടെ ഒരു ഫെഡറൽ കോർട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യയിൽ സുപ്രീം കോടതി എന്ന് പറയുന്നത് പോലെ അമേരിക്കയിൽ ഫെഡറൽ കോർട്ടുണ്ട്, സ്റ്റേറ്റ് ജുഡീഷ്യറി ഉണ്ട്. അവിടുത്തെ ഫെഡറൽ കോർട്ട് ഫെഡറൽ ലോസ് മാത്രമാണ് എൻഫോഴ്സ് ചെയ്യുക, സ്റ്റേറ്റ് ജുഡീഷ്യറി സ്റ്റേറ്റ് ലോസ് മാത്രമാണ് എൻഫോഴ്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ട്. അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ലോസ് ആൻഡ് ഫെഡറൽ ലോസ് എന്നൊരു കൃത്യമായിട്ടുള്ളൊരു സെപ്പറേഷൻ ഉണ്ട്. So that is what do you mean by integrated judiciary. Single system of court enforcing both central as well as state laws. എന്നാൽ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മളുടെ ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ഉണ്ടല്ലേ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഈ 3 ഓർഗൻസ് കൂടി ചേരുന്നതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ജുഡീഷ്യറിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം. സാധാരണഗതിയിൽ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് ജുഡീഷ്യറി ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇൻ കേസ് എപ്പോഴെങ്കിലും നിങ്ങളുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നേരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്, സുപ്രീം കോർട്ടിനെ സമീപിക്കും. അപ്പോൾ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തത് ആരാണ്? ചിലപ്പോൾ പാർലമെൻ്റ് ആയിരിക്കാം. പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ നിയമനിർമ്മാണ വിഭാഗമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രാലയമായിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആണ് എന്ന് വിചാരിക്കുക. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ സിവിൽ സർവീസസുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ഞാൻ മിനിസ്ട്രി ഓഫ് പേഴ്സണലിനെ പറ്റി പറയുന്നത്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്നൊരു മന്ത്രാലയമാണ്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രാലയമോ അല്ലെങ്കിൽ പാർലമെൻറ്റോ ആണ് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തത് എന്ന് വിചാരിക്കുക. നിങ്ങൾ നേരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയോട് പറയുന്നു എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ലെജിസ്ലേച്ചറായ പാർലമെൻറ്റ് സുപ്രീം കോടതിയോട് പറയുകയാണ്, സർ നമ്മളൊക്കെ ഒരേ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഒരു വിട്ടുവീഴ്ച ചെയ്യണം. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജുഡീഷ്യറിയോട് പറയുകയാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി എന്ത് പറയും? സോറി സർ, കംപ്ലയിൻറ്റ് നിങ്ങൾക്കെതിരെ ആണ് എങ്കിൽ തൽക്കാലം ഞാൻ നിങ്ങളുടെ ഭാഗമല്ല, ഐ ആം ഇൻഡിപെൻഡൻറ്റ്. സോ ഇഫ് ദ പെറ്റീഷൻ ഇസ് എഗെയിൻസ്റ്റ് യു, നിങ്ങൾക്കെതിരെയാണ് പെറ്റീഷൻ എങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാഗമല്ല. ഞാൻ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ സുപ്രീം കോടതി സ്റ്റാഫ്സിൻ്റെ സാലറി, റിക്രൂട്ട്മെൻറ്റ്, അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അതല്ലാത്ത സമയത്ത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല, ഐ ആം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഒരേ സമയം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ
ഇൻഡിപെൻഡൻറ്റും ഇൻറ്റഗ്രേറ്റഡുമാണ്. So that is again one of the salient feature of the Indian Constitution, that is independent and integrated judiciary. See, നമ്മൾക്കൊരു ഫെഡറൽ കോർട്ട് ഉണ്ട്. ആൻഡ് ഈ ഫെഡറൽ കോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് സുപ്രീം കോർട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ ഫെഡറൽ കോർട്ട് എന്ന് വിശേഷിപ്പിക്കുക? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തട്ടുകളിലുള്ള ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള എന്തോ ആണ് എന്ന് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് എ ആൻഡ് സ്റ്റേറ്റ് ബി തമ്മിലൊരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അതോറിറ്റി ആർക്ക് മാത്രമാണ്? സുപ്രീം കോടതിക്ക് മാത്രമാണ്. അതായത് ഫെഡറൽ ഡിസ്പ്യൂട്ടുകൾ, വ്യത്യസ്ത തട്ടുകളിലുള്ള ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാനുള്ള അതോറിറ്റി ആർക്ക് മാത്രമാണ്? അത് സുപ്രീം കോടതിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ ഫെഡറൽ കോർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കാം, വിച്ച് എമംഗ്സ്റ്റ് ദ ഫോളോയിങ് റീസൺസ് ക്യാൻ ബി സബ്സ്റ്റാൻഷിയേറ്റഡ് ടു റെഫർ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആസ് എ ഫെഡറൽ കോർട്ട്? എന്താണ് സുപ്രീം കോടതി ഫെഡറൽ കോർട്ടാണെന്ന് പറയാൻ കാരണം? Supreme Court is the only court which can look into the federal dispute, the center-state dispute, the state-state dispute. Supreme Court guarantor of fundamental rights എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്? സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം, അതല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷേ സുപ്രീം കോടതിയെ നിങ്ങൾ സമീപിച്ചാൽ സുപ്രീം കോടതി നിർബന്ധമായും നിങ്ങളുടെ പരാതി കേട്ട് അതിന് പരിഹാരം പറഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് കമ്പൽസറി. കാരണം സുപ്രീം കോടതിയെ നിങ്ങൾ സമീപിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ആർട്ടിക്കിൾ 32 നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതുകൊണ്ട് നിർബന്ധമായും സുപ്രീം കോടതി എന്ത് ചെയ്യണം? നിങ്ങളുടെ പരാതി കേട്ടിരിക്കണം. പക്ഷേ ഹൈക്കോടതിയെ നിങ്ങൾ സമീപിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. 226 നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ? അല്ല. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിൽ നിന്നാണ്? ആർട്ടിക്കിൾ 12 നിന്നാണ്. എവിടെ അവസാനിക്കും? 35 അവസാനിക്കും. സോ 32 ഇസ് ഇൻ ബിറ്റ്വീൻ 12 ആൻഡ് 35. സോ 32 പ്രകാരം നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ഇറ്റ് ഇസ് യുവർ ഫണ്ടമെൻ്റൽ റൈറ്റ്. അതായത് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുക എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 32 ഇറ്റ്സെൽഫ് ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. പക്ഷേ ആർട്ടിക്കിൾ 226 ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. എഗെയിൻ UPSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതും ഇറ്റ് ഈസ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇനി അങ്ങോട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില സെലിയൻ ഫീച്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് വീഡിയോ ചെയ്യും. ഇപ്പോൾ സെലിയൻ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായി മാത്രം ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള മോട്ടീവ് രാഷ്ട്രീയ ജനാധിപത്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ there shall not be arbitrary discrimination. There shall not be arbitrary discrimination amongst likes എന്ന് പറഞ്ഞാൽ ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരോട് ഏകപക്ഷീയമായ തരത്തിൽ വിവേചനം പാടില്ല എന്നുറപ്പുവരുത്താനാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സേ ഫോർ എക്സാമ്പിൾ, 2 മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരേ പ്രായത്തിലുള്ള വ്യക്തികൾ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തു. 2 പേർക്കും വ്യത്യസ്ത നിയമം അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം 2 പേരും ഒരേ സാഹചര്യത്തിൽ ഒരേ പ്രായമുള്ള ഒരേ മാനസികാവസ്ഥയുള്ളവരാണ്. ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മൗലികാവകാശങ്ങൾ. ഇനി ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള, മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തിയും മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയും 2 പേരും മർഡർ കമ്മിറ്റ് ചെയ്തു. 2 പേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പാടുണ്ടോ? മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളെ ആദ്യം എങ്ങോട്ട് വിടണം? മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖത്തെ ട്രീറ്റ് ചെയ്യണം. മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളെ പ്രിസണിലേക്ക് വിടാം. അപ്പോൾ അവർ വ്യത്യസ്ത സാഹചര്യത്തിലുള്ളവരാണ്.
അവരെ ഡിഫറൻഷ്യലി ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഒരേ സാഹചര്യത്തിലുള്ളവർ ഒരു ഫേവറിസത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് എന്തിൻ്റെ ഉദ്ദേശം? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഉദ്ദേശം. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് അല്ല എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന്മേലും ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, അഭിപ്രായം പറയുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് അഭിപ്രായവും ആരെപ്പറ്റിയും എങ്ങനെ വേണമെങ്കിലും ഏത് മീഡിയത്തിലൂടെ വേണമെങ്കിലും പറയാം എന്നാണോ അർത്ഥം? അല്ല, ചില നിയന്ത്രണങ്ങളുണ്ട്. നിങ്ങൾക്ക് ദേശീയ പതാകയെ അവഹേളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയെ അവഹേളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാൻ പറ്റുമോ? എന്നിട്ട് പറയാൻ പറ്റുമോ ഇതെൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് എങ്കിലും അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുക? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് സേക്രോസാങ്ക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അമെൻഡബിൾ ഓർ മോഡിഫയബിൾ. അമെൻഡബിൾ, ചേഞ്ച് ചെയ്യാം. സീക്രഡ് ഒന്നുമല്ല. അമെൻഡബിൾ അല്ലെങ്കിൽ മോഡിഫയബിൾ ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് സേക്രോസാങ്ക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ മോഡിഫയബിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അമെൻഡബിൾ എന്നാണ് അർത്ഥം. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ യു ക്യാൻ ഗോ ടു ദ കോർട്ട് ആൻഡ് എൻഫോഴ്സ് ഇറ്റ് എൻഫോഴ്സിബിൾ ത്രൂ ദ കോർട്ട്. അതായത് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ അന്യായമായി ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കോടതിയിൽ ചെന്ന് അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആവശ്യപ്പെടാം. അതുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്നത്. ഫൈൻ. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജനാധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിയന്ത്രണങ്ങളുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് സേക്രോസാങ്ക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ മോഡിഫയബിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ചേഞ്ചബിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അമെൻഡബിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സപ്പോസ് ടു ബി എൻഫോഴ്സ്ഡ് ത്രൂ ദി കോർട്ട് ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് വയലേറ്റഡ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് കോടതിയിലൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. ദ നെക്സ്റ്റ് സെലിയൻ ഫീച്ചർ ഈസ് DPSP. ബേസിക്കലി എന്താണ് DPSP എന്ന് പറഞ്ഞാൽ? DPSP സ്റ്റാൻഡ്സ് ഫോർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇപ്പോൾ DPSP എന്ന് പറഞ്ഞാൽ ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻ ആർക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻ ആണ്? കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. സേ ഫോർ എക്സാമ്പിൾ പാർലമെൻറ്റിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻ, വ്യത്യസ്ത മന്ത്രാലയങ്ങൾക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത്? ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ലാഭമില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വിശേഷിപ്പിക്കുക. അതുകൊണ്ടാണ് DPSPയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോഷ്യൽ ഡെമോക്രസിക്ക് എക്സാമ്പിൾ എന്താണ്? സാമൂഹികമായി വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ഡെമോക്രസിക്ക് ഉദാഹരണമാണ്. ഇക്കണോമിക് ഡെമോക്രസിക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ടാക്സേഷൻ എക്കണോമിക് ഡെമോക്രസിക്ക് ഉദാഹരണമാണ്. അതായത് അധികമായി വരുമാനം ഉണ്ടാക്കുന്നവരിൽ നിന്ന് ഒരു വിഹിതം ഗവൺമെൻറ് കളക്ട് ചെയ്ത് പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടി വിതരണം ചെയ്യുന്നു. ഇതെന്താണ്? ഇത് ഇക്കണോമിക് ഡെമോക്രസിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്കീംസ് നടപ്പിലാക്കുക, സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ നടപ്പിലാക്കുക എന്തിന് എക്സാമ്പിളാണ്? വെൽഫെയർ സ്റ്റേറ്റിന് എക്സാമ്പിളാണ്. സബ്സിഡികൾ നൽകുക എന്തിന് എക്സാമ്പിളാണ്? വെൽഫെയർ സ്റ്റേറ്റിന് എക്സാമ്പിളാണ്. ചിലപ്പോൾ ലാഭം ഉണ്ടായിരിക്കില്ല. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അടയ്ക്കേണ്ട തുക ആരടയ്ക്കുന്നു? ഗവൺമെൻറ് അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ചിലപ്പോൾ നഷ്ടമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് യഥാർത്ഥത്തിൽ സബ്സിഡിയിലൂടെ, സൗജന്യ യാത്രയിലൂടെ, ടാക്സേഷനിലൂടെയൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നത്. ദീസ് ആർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോവൽ ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായി DPSP ഒരു കാരണവശാലും ഗവൺമെൻറ് നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് കോടതിയിലൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ എന്ത് ചെയ്യാം?
DPSP നടപ്പിലാക്കാത്ത ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാം. എന്ന് പറഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയനിലൂടെ എൻഫോഴ്സിബിൾ ആണ്, അല്ലെങ്കിൽ ജസ്റ്റിഷ്യബിൾ ആണ്. കോടതിയിലൂടെ VD സതീശൻ സർക്കാർ സൗജന്യ യാത്ര പുരുഷന്മാർക്ക് നൽകിയില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങൾക്കൊരു കാരണവശാലും VD സതീശൻ സർക്കാരിനെ കോടതിയുടെ മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. VD സതീശൻ സർക്കാർ അത് നടപ്പിലാക്കി, ഞാൻ പറഞ്ഞത് നടപ്പിലാക്കിയില്ല എങ്കിൽ അത് കോടതിയിലൂടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. DPSP ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോടതിയിലൂടെ ചോദ്യം ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. That is the difference between DPSP and fundamental rights. And the last salient feature for today is fundamental duties. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് 1950 നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് 1975-77 കാലഘട്ടത്തിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ എല്ലാം അധികാരം ഇല്ലാതാക്കി എല്ലാ കാര്യങ്ങളും കേന്ദ്രം തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതാണ് ചുരുക്കത്തിൽ അടിയന്തരാവസ്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ 1976 ഇന്ദിരാഗാന്ധി ഹാസ് ഡിസൈഡഡ് ടു ഗിവ് സെർട്ടൻ റിമൈൻഡേഴ്സ് ഫോർ ദി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. കമ്മിറ്റിയുടെ പേര് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ്. ഈ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ജനങ്ങൾക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ടല്ലേ. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ് എന്ത് ചെയ്യണം? സിറ്റിസൺസ് ഷുഡ് ഗിവ് സംതിങ് ബാക്ക് ടു ദ സൊസൈറ്റി. ചില ഡ്യൂട്ടീസ് സിറ്റിസൺസ് സ്റ്റേറ്റിന് വേണ്ടി പെർഫോം ചെയ്യണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. 1976 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത്. 1976 കാര്യമാണ് പറയുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവസാനത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്? 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ 2002 ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇൻ ടോട്ടൽ ഇപ്പോൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയും DPSPയെ പറ്റിയും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ബേസിക്കലി എന്താണ് ഈ ആശയങ്ങൾ എന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, നമ്മൾ DPSPയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. കോടതിയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അടുത്തൊരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെലിയൻറ്റ് ഫീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഇസ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആ ഒരു ടോപ്പിക്ക് കൂടി നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതോടെ സെലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക് അവസാനിക്കും. ആൻഡ് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ലക്ഷ്മികാന്ത് സീരീസ്. വീണ്ടും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം ഫ്രീ യൂട്യൂബ് ഇനീഷ്യേറ്റീവിന് ഏറ്റവും വലിയ പ്രചോദനം. നിങ്ങളത് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വിത്ത് എ ന്യൂ ടോപ്പിക്. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് ബൈ.